വിട്ട ഏരിയ ഫുള്ള് റോപ്പ് ആക്ടിവിറ്റികളാണ് കേട്ടോ മുഴുവൻ. റോപ്പ് കൊണ്ടുള്ള ഫുള്ളൊരു കോമഡി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പിള്ളേരുടെ ഒപ്പം തന്നെ ഞങ്ങളും കൂടി. ഇരുമ്പിൻ്റെ ചെറിയ ചെറിയ കമ്പികളായതുകൊണ്ട് ബലം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും അതിൽ കയറി പിടിച്ചത്. പിള്ളേരാണ് ആദ്യം തുടക്കമിട്ടത് കേട്ടോ. പിന്നെ ഞങ്ങളും പുറകെ കൂടി. പിള്ളേർ ശരിക്കും പറഞ്ഞാൽ അതിൽ നടക്കുമ്പോൾ വലിയ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ നടന്നപ്പോൾ മൊത്തത്തിലൊരു കുലുക്കായിരുന്നു. നമ്മൾ ഓരോ ചൂടും സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. കയറ് കിട്ടുമെന്നാണ് പണ്ടത്തെ കളറിയ വെയിറ്റ് കുറഞ്ഞവരെ വീട്. അച്ഛനെവിടെ? ആ ഒരു ഐറ്റം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു ഐറ്റത്തിലോട്ടായിരുന്നു കേട്ടോ കണ്ണ്. ഒരാൾ കയറിയതും നിലത്ത് മുട്ടി. ഡേ നിക്ക് 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 ഡേ നിക്കറി രണ്ടെണ്ണത്തിലായി നിക്ക്. ആ ഒരു സംഭവം ആടണതാണോ ചാടണതാണോന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അതിനൊരു ഊഞ്ഞാലാക്കി മാറ്റിയിട്ടാ എല്ലാവരും കൂടി ഇരുന്ന് പൊരിഞ്ഞാട്ടം. അപ്പോഴാണ് ഞാനൊരു മരത്തിൻ്റെ അടിയിൽ നിറയെ കാട്ടുഞാവൽ കണ്ടതിട്ടാ. ഇനി നമ്മൾ പോകുന്നത് കാവേരി നദിയിലോട്ടുള്ള യാത്രയാണ് കേട്ടാ. അപ്പം നമ്മൾ ഡീർ പാർക്കൊക്കെ കണ്ടു, ബേർഡ് പാർക്ക് കണ്ടു, എല്ലാം കഴിഞ്ഞു. നമ്മളിനി വേ ടു റിവർ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജുറാസിക് ജംഗിൾ. അയ്യോ കാവേരിപ്പുഴ, കാവേരി തീരത്തോ കളമെഴുതും മുറ്റത്തോ. കാവേരി തീരം അത്. ഇത് കുഴപ്പമില്ല നോക്കിയേ. അങ്ങനെ ഞങ്ങൾ കാവേരി തീരത്തെത്തിയിരിക്കുകയാണ്. കാവേരി തീരം. ഒരു മിനിറ്റ്. ഇതാ ഒരാൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ബനിയൻ എന്തോ നനഞ്ഞു. നനഞ്ഞപ്പോൾ ഉള്ള കിണുക്കാണ് ഇട്ടത്.
ഡ്രസ്സ് നനയാനും പാടില്ല, വെള്ളത്തിൽ ഇറങ്ങും വേണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അവസാനം ഞങ്ങൾ ബനീനൊക്കെ ഊരി അവനെ ഞങ്ങൾ നിക്കറിടിപ്പിച്ച ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ നനഞ്ഞാലും എന്തായാലും ഒരു പേടിയില്ലാത്ത പോലെ. പാറയുള്ളതുകൊണ്ട് ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു, വഴിക്ക് പാറയമ്മ എങ്ങനെ വീണ തലയിടിക്കില്ലേ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ആൾ പിന്നെ മുട്ട് കുത്തിയിട്ടാണ് കേട്ടോ പാറയമ്മ നടക്കണേ. ഓരോ ചൂടും സൂക്ഷിച്ചാണ് പിന്നെ ആൾ വെച്ചിരുന്നത്. അമ്മയ്ക്കാണെങ്കിലോ വെള്ളത്തിലൂടെ നടക്കാനോ പാറയമ്മ കൂടെ നടക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇരുന്നിട്ടുള്ള എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. സുബുറിന് പിന്നെ അധികം താഴ്ചയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനെ നീരാടാം. നമുക്ക് പറ്റില്ല, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നീരാടാം. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പിട്ടാ. ഓൾറെഡി ആ ഏരിയ മൊത്തം തണുത്ത ഒരു അവസ്ഥയാണ്. കാരണം ബാംബു ഫോറസ്റ്റ് ആയതുകൊണ്ട് അധികം വെയിലൊന്നും ഉള്ളിലോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴും ഒന്നുകൂടി തണുക്കുകയാണ് ചെയ്യണത്. സുബ്രിത കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തണുത്ത് കുറച്ച് മുകളിലേക്ക് കയറി. കുറേ പേരൊക്കെ കുപ്പിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തിനാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടാ. തന്നെങ്കിലും പൊന്നൂസും എല്ലാവരും കയറി വരിക. ഇവിടെ തന്നെ നിന്ന് തിരിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ റിസോർട്ടിലോട്ട് പോകണമല്ലോ, അതാണല്ലോ നമ്മുടെ മെയിൻ ഡെസ്റ്റിനി. അപ്പോൾ നമ്മൾ അധികം നേരം നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് പോകാനായിട്ട് കയറിയിട്ടാണ്. അപ്പോൾ ഇതാ തിരിച്ച് നടന്ന് വരികയാണ്. നമ്മുടെ തൂക്കുപാലത്തിൽ കൂടെ ഞങ്ങളെല്ലാവരും അങ്ങനെ നിസ്സംഗധാമ പാർക്കിനോട് ബൈ പറഞ്ഞ് ഞങ്ങളിവിടെ ബാംബു ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നൂൽപ്പാലത്തിൽ കൂടെ വീണ്ടും തിരിച്ചു പോകുകയാണ്. ബൈ. അതോ താഴെ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡീർ പാർക്കും ബേർഡ്സ് പാർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഷോപ്പിംഗ് ഏരിയ. നാലെണ്ണൂറ് ഇത് 4-നെടുത്തുട്ടാണ്. ഞങ്ങളിതാ കൂർഗിൽ വന്നിട്ട് കുലുക്കി സർബത്ത്. അയ്യോ കുലുക്കൽ കഴിഞ്ഞു. കുലുക്കി സർബത്ത്. മാളിനുള്ളിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. പറ്റാവുന്നതൊക്കെ അവിടെ നിന്ന്